എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെയാണ് കേട്ടോ, തിങ്കളാഴ്ച രാവിലെ മോൾക്ക് സ്കൂളൊക്കെ ഉള്ള ഒരു രാവിലത്തെ റൊട്ടീനാണ്. രാവിലെ തന്നെ ഞാൻ നീട്ടിട്ട് ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, പിന്നെ ഞാൻ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ ചോറിനുള്ള വെള്ളവും ചുക്കുകളും ഒക്കെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ തലേ ദിവസം തന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലും ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഗ്രില്ല് തുറന്നപ്പോൾ തന്നെ ഈ 2 പൂച്ചകളും അകത്തേക്ക് കയറാൻ കാത്ത് നിൽക്കുക കേട്ടോ. അവർ സ്ഥിരം ഇവിടെ തന്നെ രാത്രി മുഴുവൻ ഈ സ്റ്റെപ്പിൻ്റെ മുകളിൽ കിടക്കുക. അപ്പോൾ രാവിലെ പുറത്തിറങ്ങി പല്ലൊക്കെ തേക്കാൻ വേണ്ടി നോക്കിയപ്പോൾ രാവിലെ ആവണേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഷൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ഇങ്ങനെ വെളിച്ചം വരണത് കാണാൻ നല്ല രസമല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ചോറിന് പല്ലൊക്കെ തേച്ച് വന്നപ്പോഴേക്കും വെള്ളം എന്തായി, ചൂടായി. മട്ട അരിയാണ് കേട്ടോ ചോറ് വയ്ക്കാറ്. അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി അപ്പോഴേക്കും ചുക്കുവെള്ളത്തിൽ ജീരകമൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മോള് എണീറ്റ് വന്ന് പല്ല് തേക്കുകയാണ്. ഏകദേശം അപ്പോഴേക്കും നന്നായിട്ട് ഇങ്ങനെ നേരം വെളുത്ത് വന്നിരുന്നു. 2 പൂച്ചകളും ഇവിടുത്തെ വടുക്കോർത്ത മുറ്റത്തുനിന്ന് പോവില്ല, എപ്പോൾ നോക്കിയാലും അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പച്ചമുളക് പൊട്ടിച്ചു. ഗ്രീൻ പീസിൽ മുളക് പൊടി ഇടില്ലല്ലോ, അപ്പോൾ ഞാൻ പച്ചമുളക് ഉണ്ടായിരുന്നു മരത്തിൻ്റെ മുകളിൽ അതും കറിവേപ്പിലയും ഒക്കെ പൊട്ടിച്ചിട്ട് അത് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ കറിവേപ്പില ഞാനൊരു കോല് കൊടുന്നിട്ട് അതുകൊണ്ട് തോണ്ടിയിട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. വീടിന് ചുറ്റും നന്നായിട്ട് കറിവേപ്പില, മുരിങ്ങ, മുളക് തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഗ്രീൻ പീസിന് വേണ്ട ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഞാൻ ശരിയാക്കി വെക്കുകയാണ്. അപ്പോഴേക്കും ചോറായി. അപ്പോൾ ഞാൻ ചോറ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. കുറച്ച് നേരം ആകുമ്പോഴേക്കും ചോറായിക്കോളും. ഏകദേശം ഒരു അരമണിക്കൂർ ആ സമയമാകുമ്പോഴേക്കും തന്നെ ചോറായി. പിന്നെ ഞാൻ ചോറ് എടുത്തിട്ട് ആ ഗ്യാസിൽ തന്നെ വേഗം കുക്കറും വെച്ചു. അപ്പോഴേക്കും ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഞാനിങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ എന്ത് നുറുക്കുമ്പോഴും അതൊക്കെ ഞാൻ ഇങ്ങനെ വെക്കുക ചെയ്യട്ടെ. അങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ പരത്തിയിടില്ല. അപ്പോൾ ഒക്കെ ഞാൻ ചീനച്ചട്ടിയിലേക്ക് എടുത്തു വെച്ചു. പിന്നെ രാവിലെ ഞാൻ 7 മണിയായിട്ടപ്പോൾ 7 മണിയൊക്കെ ആകുമ്പോഴാണ് പാല് വരിക. പാല് ഗേറ്റിൻ്റെ മുകളിലൊരു കവറിൽ തൂക്കുക ചെയ്യുക. അപ്പോൾ ഞാനത് വന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പാലൊക്കെ വന്നിരുന്നു. അപ്പോൾ പാല് വന്നിട്ട് വേണം ചായ വയ്ക്കാൻ. അപ്പോഴേക്കും ഞാൻ പാലെടുത്ത് വന്നപ്പോഴേക്കും സവാള വാടിയപ്പോൾ അതിൽ തക്കാളിയും മഞ്ഞൾപ്പൊടി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. അതും ഇട്ട് നമ്മൾ ഗ്രീൻ പീസും ഇട്ടു. അപ്പോഴേക്കും ചായ തിളയ്ക്കാൻ തുടങ്ങിയിരുന്നു. ഗ്രീൻ പീസിൽ മുളക് പൊടി ഇടാൻ പറ്റില്ലല്ലോ. 1 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ കൂടി ഇടുക ചെയ്യുക. തേങ്ങ അരച്ചൊഴിക്കാം, പക്ഷെ ഞാൻ തേങ്ങ അരച്ചൊഴിക്കാതെ കുക്കറിൽ തന്നെ എല്ലാം ഇട്ടിട്ട് ഒരു 3 വിസിൽ അങ്ങോട്ട് കൊടുക്കുക ചെയ്തത്. പിന്നെ മുളക്ക് ഇന്ന് ഇത് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സോയാബീൻ വറുക്കാമെന്ന് വിചാരിച്ചു ചോറിന് കൊണ്ടുപോകാൻ. അവൻ സോയാബീൻ വേവിക്കാൻ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ കൊടുത്തിരുന്നു. പിന്നെ കുക്കർ ഒരു വിസിൽ വന്നു. ഏട്ടനൊക്കെ എണീറ്റ് പല്ലൊക്കെ തേക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഏകദേശം 7:30 മണിയൊക്കെ ആയി. പിന്നെ പുട്ട് കുഴച്ച് വെച്ചു. പിന്നെ ഇത് എൻ്റെ മുഖം കാണാൻ വിറകെല്ലാം ഞാൻ ഗ്യാസാണ് ഉപയോഗിക്കാറ് വെച്ചാലും പേര് വിറകുപരാന്നാണ്. അതിലാണ് തേങ്ങയൊക്കെ കൂട്ടിയിടുക. അപ്പോൾ തേങ്ങയൊക്കെ ഞങ്ങൾ കൊടുക്കുക ചെയ്യുക. അപ്പോൾ തേങ്ങ വീട്ടാവശ്യത്തിന് കുറച്ച് വയ്ക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി പൊളിച്ച് കൊണ്ടുവന്നു. പിന്നെ മോൾക്കപ്പോഴേക്കും സോയാബീൻ ഞാൻ മസാലയൊക്കെ പരത്തി വെച്ചിരുന്നു. മോൾക്ക് മാത്രം പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സോയാബീൻ വറുക്കുമ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തു. സോയാബീനിൽ ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രമാണ് ഇട്ടത്. അപ്പോൾ മോൾക്ക് സമയമായി സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ അവൾ അത് സോയാബീൻ കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അതൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ
ചായ ഒന്നും കുടിക്കില്ല, വെള്ളമാണ്, ജീരക വെള്ളമാണ്. അപ്പോൾ അത് വെള്ളം കുടിക്കുകയാണ് ചെയ്യാറ്. പിന്നെ ചോറും പിന്നെ സോയാബീനും ചോറും മാത്രമാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകട്ടെ. അവിടെ മട്ടയുടെ ചോറും സോയാബീനും ഒരു ചെറിയ ലഞ്ച് ബോക്സാണ് കേട്ടോ. വലിയ ആർഭാടങ്ങളൊന്നുമില്ല. ഒരു കുപ്പി വെള്ളവും ഈ ചോറും സോയാബീനും മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് ഞാനൊരു ടവലിലൊക്കെ കെട്ടി അവർക്ക് ബാഗിലിട്ട് കൊടുത്തേക്കും. അല്ലാതെ ആർഭാടങ്ങളൊന്നും ഭക്ഷണം കഴിക്കുമ്പോൾ അത് വേണം ഇത് വേണം അങ്ങനത്തെ വാശിയൊന്നുമില്ല. അച്ചാർ പോലും വീട്ടിലുണ്ടെങ്കിലും അതവിടെ കൊണ്ടുപോകാറില്ല. അത് ഇങ്ങനത്തെ മാത്രം മതി എന്ന് പറയും. എന്നിട്ട് മോളിതേ സ്കൂളിലേക്ക് പോയി. അപ്പം ഇന്ന് രാവിലെ 6:30 മുതൽ 8:45 വരെ ഉള്ള വിശേഷങ്ങളാണ്. ഇത്രയൊക്കെയാണ് തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ.